സൂര്യ നിത്യരാജ, നിന്റെ നാമം മഹത്വപൂർണം. നീതി സൂര്യ നിത്യരാജ, നിന്റെ നാമം മഹത്വപൂർണം. രാജരാജ യേശുനാഥ, നിത്യപിതാരാധന. രാജരാജ യേശുനാഥ, നിത്യപിതാ വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി 17:7-8 വാക്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചേട്ടെ. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തീരും. ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ച, അനേകരുടെ തലമുറകൾ ദൈവത്തെ വിട്ടു പോകുന്നതും ദൈവത്തിന് അന്യമാകുന്നതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നിന്നോട് ദൈവം ഒരു ഉടമ്പടി ചെയ്തിരിക്കുക. എന്താണ് ആ ഉടമ്പടി? അബ്രഹാമേ, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ തലമുറകൾക്കും സന്തതികൾക്കും ഞാൻ എന്നേക്കും തലമുറ തലമുറയായി ദൈവമായിരിക്കും. ഓ ജീസസ് ലോർഡ്. ഇതൊരു വലിയ വാഗ്ദത്തമാണ്. ഇത് കേൾക്കുന്ന നിങ്ങളോടുള്ളൊരു ദൈവശബ്ദമാണ്. നിങ്ങളും കർത്താവിൽ നിന്ന് മാറത്തില്ല, നിങ്ങളുടെ സന്തതികളും കർത്താവിൽ നിന്ന് മാറത്തില്ല, നിങ്ങളുടെ സന്തതികളുടെ സന്തതികളും കർത്താവിൽ നിന്ന് മാറത്തില്ല. തലമുറ തലമുറയായി ദൈവം നിങ്ങളുടെ സങ്കേതമായിരിക്കും. നിങ്ങളുടെ വീട്ടിനകത്തൊരു പിന്മാറ്റം ഉണ്ടാകത്തില്ല. ആരോ ഭാരപ്പെടുന്നുണ്ട്, എൻ്റെ മക്കൾ കർത്താവിൽ നിന്ന് മാറിപ്പോവോ? ഇല്ല, നിങ്ങളെക്കാൾ ശക്തരായിരിക്കും. ഒരു കാലഘട്ടത്തിലൊക്കെ അബ്രഹാമിൻ്റെ സന്തതിയായ ഇസഹാക്ക് സൈലൻ്റ് ആയിട്ടിരുന്നു. എന്നാൽ അടുത്ത കാലഘട്ടത്തിൽ ദൈവം അവനോട് മിണ്ടിത്തുടങ്ങി. ഇസഹാക്കിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ യാക്കോബ് തലകുത്തി നടക്കുന്നൊരു കാലമായിരുന്നു. അമ്മയൻ അപ്പനെ കളിപ്പിച്ച് അമ്മായിപ്പനെ കളിപ്പിച്ചൊക്കെ നടക്കുന്നൊരു യാത്ര. എന്നാൽ യാബോക്കിൽ വെച്ച് വെല്ലുപ്പിനേക്കാൾ ശക്തമായിട്ട് ദൈവത്തെ കയറി പിടിച്ചു. അബ്രഹാം പറഞ്ഞത് എന്നെ കടന്നു പോകരുതേ എന്നാണ്. എന്നാൽ യാക്കോബ് പറഞ്ഞത് ഞാൻ നിന്നെ വിടത്തില്ലെന്നാണ്. നിങ്ങളെക്കാൾ ശക്തരായിരിക്കും നിങ്ങളുടെ തലമുറകൾ. കാരണം നിങ്ങളോടും നിങ്ങളുടെ തലമുറയോടും ദൈവത്തിനൊരു ഉടമ്പടിയുണ്ട്, ഒരു നിയമമുണ്ട്. എന്താണ്? ഞാൻ അവർക്കും ദൈവമായിരിക്കും. നിങ്ങൾ ദൈവത്തിൽ നിന്ന് മാറാൻ കഴിയാത്ത വണ്ണമുള്ള ഒരു ഉടമ്പടി ദൈവം ചെയ്തിട്ടുണ്ട്, അകന്നു പോകാൻ കഴിയാത്ത. അതാണ് പറഞ്ഞ നിയമം സ്ഥാപിക്കും. ഒരിക്കലും നമുക്ക് ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ കഴിയാത്തൊരു നിയമം തൻ്റെ പുത്രനിലൂടെ ദൈവം സ്ഥാപിച്ചിരിക്കുക. ഞാനിന്ന് ഈ വചനം പറയുമ്പോൾ കർത്താവിൽ നിന്ന് അകന്നു പോയ നിങ്ങളുടെ തലമുറകളൊക്കെ തിരിച്ചു വരാൻ പോകും. പ്രാർത്ഥനയിൽ നിന്ന് പോയതെല്ലാം തിരിച്ചു വരാൻ പോകും. ദൈവത്തിൻ്റെ സാന്നിധ്യം അകന്നു പോയി ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയതെല്ലാം തിരിച്ചു വരാൻ പോയി. തലമുറകളെ തിരിച്ചു കൊണ്ടുവരും. നിങ്ങളെക്കാൾ അവർ ശക്തരാകുമെന്ന് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മാതാവേ, പിതാവേ, കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു. മടങ്ങി വരും. നിങ്ങളെക്കാൾ ശക്തരായി കർത്താവിന് വേണ്ടി നിൽക്കും. കാരണം നിങ്ങളുടെയും നിങ്ങളുടെ തലമുറയുടെയും ദൈവമാണ് ഈ ദൈവം. അതുകൊണ്ട് വിളിച്ചു പറയാം, ദൈവമേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. യെസ്, നിങ്ങൾ ഈ വചനത്തെ വിശ്വസിക്കുക. നിങ്ങളെ വിട്ട് ദൈവം മാറിപ്പോകയില്ല. നിങ്ങളുടെയും നിങ്ങളുടെ തലമുറകളുടെയും ദൈവമാണ് ഈ ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനെ നന്ദി പറയുന്നു.
യേശുപ്പ അങ്ങ് തലമുറ തലമുറയെ ഞങ്ങളുടെ സങ്കേതമാകുന്നു. യേശു ഇന്നീ വചനം കേൾക്കുന്ന ഈ വ്യക്തിക്കും ഈ കുടുംബത്തിനും ഇതൊരു അനുഗ്രഹത്തിൻ്റെ വചനമായതിന് നന്ദി പറയുന്നു കർത്താവെ. അവരുടെ തലമുറകൾ കർത്താവ് അവരെക്കാൾ അധികം ശക്തമാവട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ് അവരെക്കാൾ അധികം പ്രാർത്ഥനാ ജീവിതത്തിൽ ശക്തമാവട്ടെ, യേശുവുമായുള്ള ബന്ധത്തിൽ ശക്തമാവട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കായിട്ട് കർത്താവെ ഒരു ഉറവയാ തുറന്നെങ്കിൽ കർത്താവെ, ഞങ്ങളുടെ തലമുറകൾക്കായി ദൈവം ഒരു വലിയ നദി തന്നെ തുറക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെക്കാൾ തീവ്രതയുള്ളവരായി ഞങ്ങളുടെ തലമുറകൾ കർത്താവിനെ അനുഗമിച്ച് കർത്താവിൻ്റെ പുറകെ യാത്ര ചെയ്യുവാൻ സഹായിക്കണമേ. തലമുറയെക്കുറിച്ചുള്ള വേദനകൾ മാറിപ്പോകട്ടെ, കുടുംബത്തെക്കുറിച്ചുള്ള വേദനകൾ മാറിപ്പോകട്ടെ, പിന്മാറ്റത്തിൻ്റെ ആത്മാക്കൾ മാറിപ്പോകട്ടെ, ദൈവസാന്നിധ്യം നിന്ന് അകന്നുപോയ വ്യക്തികൾ തിരിച്ചു വരട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ കുടുംബത്തെ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വേർതിരിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വാഗ്ദത്ത വചനം നിങ്ങൾ വിശ്വസിച്ച് സമാധാനത്തോടെ ജീവിക്കുക. നിങ്ങളെക്കാൾ ശക്തരായിരിക്കും നിങ്ങളുടെ തലമുറകൾ. ഗോഡ് ബ്ലെസ് യു. ശാലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.